ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു നാരങ്ങ വെള്ളത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നാരങ്ങ വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിളായിട്ടുള്ള വെള്ളമാണ് അല്ലേ. അപ്പോൾ അതിന് കുറച്ചും കൂടി ഒരു വെറൈറ്റി ഒക്കെ ആയിട്ട് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ടും അതുപോലെ കാണാൻ കുറച്ചും കൂടി ഒരു മൊഞ്ചായിട്ടൊക്കെ ഉണ്ടാക്കുക എങ്ങനെയാണെന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഇന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ നാരങ്ങ വെള്ളം തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയുടെ ഒരു ജ്യൂസിങ് ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു നാരങ്ങയുടെ നീരാണ് കേട്ടോ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തണുത്ത വെള്ളമോ അല്ലെങ്കിൽ സാധാരണ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സാധാരണ വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ മെയിൻ ചേരുവ ചേർത്ത് കൊടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വെള്ളമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ എന്തായാലും. അപ്പോൾ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ക്യാരറ്റാണ്. ക്യാരറ്റ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്യാരറ്റ് നമുക്ക് ചെറിയ കഷ്ണം മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ അടിഞ്ഞ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാനിതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ വേറെ നമ്മൾ ക്യാരറ്റ് സെപ്പറേറ്റ് അരിച്ചെടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് അരിച്ചിട്ട് അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഏറ്റവും എളുപ്പം നമുക്ക് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് ഈ ഒരു വെള്ളത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ജാറടച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഞാനിവിടുന്ന് നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചെടുത്തിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്തത് കാരണം നന്നായിട്ട് തന്നെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മളിവിടെ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് നമ്മുടെ ബ്ലാക്ക് കസ്കസ് ഉണ്ടല്ലോ സാധാരണ ഒരുപാട് വെള്ളത്തിലൊക്കെ ഇടുന്നത്, അതും കൂടെ കുതിർത്ത് വെച്ചത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നാരങ്ങ വെള്ളം ഇവിടെ റെഡിയായി. ഇനി നമുക്കത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മളിതിൽ തണുത്ത വെള്ളമല്ല കേട്ടോ ഞാൻ ഇതിലേക്ക് എടുത്തത്. അപ്പോൾ തണുപ്പിന് വേണ്ടിയിട്ട് കുറച്ച് ഐസ് ക്യൂബും കൂടെ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.